ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്ന് ആംസ്റ്റർഡാമിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആംസ്റ്റർഡാമിലെ ഒരു ആപ്പിൾ ഷോറൂമിലേക്ക് കയ്യിലൊരു മെഷീൻ ഗണ്ണും ശരീരത്ത് കെട്ടിപ്പൊതിഞ്ഞ ബോംബുമായി ഒരാൾ അതിക്രമിച്ച് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറെ ബന്ദിയാക്കി അയാൾ വിലപേശാൻ തുടങ്ങി. പിന്നീട് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഐ ഹോസ്റ്റേജ് എന്ന ഡച്ച് ത്രില്ലർ മൂവിയാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ആംസ്റ്റർഡാമിലെ റെയിൽവേ സ്റ്റേഷൻ കണ്ടാലറിയാം, ഒരുപാട് വലിപ്പമുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനാണത്. അവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നായകൻ. ഇങ്ങേര് അയൽ രാജ്യത്തു നിന്നാണ് വരുന്നത്. അവിടെ രാജ്യങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടും ട്രെയിനുകളുണ്ട്. ഉറക്കത്തിലായിരുന്ന ആള് സ്റ്റേഷൻ എത്തിയപ്പോൾ ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന എയർപോഡ് ട്രെയിനിൽ തന്നെ മറന്നു വെക്കുകയാണ്. ഇങ്ങേര് നേരെ മുറിയിലേക്ക് പോകുന്നു. ഭാര്യ കോൾ ചെയ്യുമ്പോഴാണ് താൻ എയർപോഡ് കളഞ്ഞ കാര്യം പുള്ളിക്ക് മനസ്സിലാവുന്നത്. ഏതോ ജോലിയുടെ ആവശ്യമായിട്ടാണ് ഹീറോ ഈ നഗരത്തിലേക്ക് വന്നിരിക്കുന്നത്. ആൾക്ക് കാര്യമായ കടബാധ്യതയുണ്ട്. ഈ സിറ്റിയിൽ വന്ന ബിസിനസ് നടന്നാൽ മാത്രമേ എന്തേലും പണം കിട്ടുള്ളൂ. ഞാൻ 2 ദിവസത്തിൽ ജോലി തീർത്ത് തിരിച്ചു വരാമെന്ന് അയാൾ ഭാര്യയോട് പറയും. അത് കഴിഞ്ഞ് വർക്കിന് പോകുന്നതിന് മുന്നേ എയർപോഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ടൗണിൽ തന്നെയുള്ളൊരു വലിയ ആപ്പിൾ ഷോറൂമിലേക്ക് ഇങ്ങനെ എയർപോഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. അവിടെ ചെന്ന് എയർപോഡ് ചോദിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഹീറോയെ എയർപോഡ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഈ സമയത്ത് കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ കടയിലെ ജീവനക്കാരുണ്ട്. വലിയ തിരക്കുള്ള നഗരമായതുകൊണ്ട് തന്നെ പോലീസുകാരുടെ റൗണ്ട്സും ഉണ്ടാവും. ഇപ്പൊ കടയുടെ പരിസരത്തായിട്ട് 2 പോലീസുകാരുണ്ട്. ആ സമയത്താണ് ഹുഡി ധരിച്ച ഒരാള് കയ്യിൽ ബാഗുമായി ഈ ആപ്പിൾ ഷോറൂമിലേക്ക് കടന്നു വരുന്നത്. അവിടുത്തെ ലേഡി സ്റ്റാഫ് ഗുഡ് ആഫ്റ്റർനൂൺ സാർ, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കും. ഉടനെ ഇയാൾ ഒന്നും മിണ്ടാതെ കടയുടെ മൂലയിലേക്ക് ചെന്ന് കയ്യിൽ കൊണ്ടുവന്നിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്നൊരു മെഷീൻ ഗൺ എടുത്തിട്ട് എല്ലാവരും നിലത്തേക്ക് കടന്നോ, ഇനി ഈ കട എന്റെ കൺട്രോളിലാണ്, ആരും അനങ്ങിപ്പോരെന്ന് പറയും. ഈ തോക്ക് കണ്ട ഉടനെ ആൾക്കാരെല്ലാം പേടിച്ച് ചെതറി ഓടാൻ തുടങ്ങി. ഇയാൾ പറയുന്നത് കേൾക്കുന്നില്ല. ഓടരുത്, ഞാൻ വെടിവെക്കും, എല്ലാവരും നിലത്ത് കിടക്ക്. ഇയാൾ ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് വന്നത്. അതുകൊണ്ട് ആരും ആ വഴി ഓടില്ല. കിട്ടിയ വഴി കൂടെയൊക്കെ ആൾക്കാർ ചെതറി ഓടുക. ഇപ്പൊ ഹീറോ മാത്രം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പതറി നിൽക്കുക. എല്ലാവരും ഓടുണ്ടല്ലോ, എന്നാ പിന്നെ കൂടെ ഓടിക്കൂടെ എന്ന് നമ്മൾ വിചാരിക്കും. ശരിക്കും നടന്ന കഥയായതുകൊണ്ട് സംവിധായകന് തെറ്റു പറയാനും പറ്റില്ല. പണ്ടാരം അങ്ങേർക്ക് എന്ത് ബുദ്ധിയാണോ തോന്നിയത്. എന്തായാലും പുള്ളി ഓടിയില്ല. ഓടിയാൽ വെടിവെച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആൾ അവിടെ തന്നെ ടേബിളിന് താഴെയായിട്ട് ഒളിച്ചിരിക്കും. ഈ കൊള്ളക്കാരൻ ആരും അനങ്ങിപ്പോരുത്, ഓടരുത് ഓടരുതെന്ന് പറഞ്ഞ് സീലിംഗിലേക്ക് വെടിവെക്കുന്നുണ്ട്. വെടിവെച്ച നല്ല ഉച്ചത്തിൽ കേൾക്കാം. കുറച്ചു പേരെങ്ങനെയൊക്കെയോ ആ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ഈ വെടിയൊച്ചയും ആൾക്കാർ ഓടുന്നതും പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പരിസരത്തുണ്ടായിരുന്ന 2 പോലീസുകാർ സ്പോട്ടിലേക്ക് ഓടി വരികയാണ്. അവര് വരുമ്പോ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുന്നുണ്ട്, ആപ്പിൾ സ്റ്റോറിൽ നിന്ന് വെടിയൊച്ച കേട്ടു, ആൾക്കാരെല്ലാം ചെതറി ഓടുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കൂടുതൽ ഫോഴ്സിനെ അയക്കുക. ഈ നേരം ആപ്പിൾ സ്റ്റോറിനകത്ത് ഹീറോ മാത്രമല്ല കുടുങ്ങിയിരിക്കുന്നത്, വേറെയും 2-3 പേര് കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് എങ്ങോട്ടാ പോണ്ടേന്നറിയില്ല. അപ്പൊ ആ സ്റ്റോറിൽ ഒരു ജീവനക്കാരൻ ആ 3 പേരെയും ഇവരെ സ്റ്റോർ റൂമിനകത്ത് കയറ്റിയിട്ട് ആ സ്റ്റോർ റൂം ലോക്ക് ചെയ്യും. അയാളുടെ ID കാർഡ് വെച്ച് ലോക്ക് ചെയ്യും. ഇവിടെ പരിസരത്തുണ്ടായിരുന്ന പോലീസുകാർ അവരൊരു ബാരിയറിന് പുറകെ ഒളിച്ചിരുന്ന് ഈ സ്റ്റോറിനകത്ത് എന്താണ് സംഭവിക്കണമെന്ന് നോക്കും. കയ്യിൽ തോക്കുമുണ്ട്. ആ സമയത്ത് കൊള്ളക്കാരൻ നോക്കുമ്പോൾ സ്റ്റോറിലെ എല്ലാവരും ഓടിപ്പോയി. ഒരാൾ മാത്രം ടേബിളിനടിയിൽ ഒളിച്ചിരിക്കുന്നു, നമ്മുടെ ഹീറോ. അയാൾക്കിപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. പുള്ളി നേരെ വന്ന് ഹീറോയുടെ പുറത്ത് തോക്ക് വെച്ചിട്ട് കൈകൾ 2ഉം പിന്നിലേക്ക് മടക്കാൻ പറയും. എന്നിട്ടത് ടാഗ് ഇട്ട് കെട്ടിവെക്കുക. പുള്ളിയുടെ കയ്യിൽ കുറച്ചധികം ടാഗുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറെ പേരെ കയ്യിൽ കിട്ടുമെന്ന് പുള്ളി വിചാരിച്ച് കാണണം. എന്തായാലും ഇപ്പോൾ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ നേരെ സ്റ്റോറിന് മുന്നിലേക്ക് വന്നിട്ട് ഈ പോലീസുകാർ കാണെ കോട്ടഴിച്ച് അയാളുടെ ശരീരത്ത് കെട്ടിവെച്ചിരിക്കുന്ന ബോംബ് കാണിക്കും. എന്നിട്ട് അയാളുടെ കയ്യിലെ ട്രിഗറും കാണിക്കും. അത് ഞെക്കിയാൽ ഈ ബോംബ് പൊട്ടിത്തെറിക്കും. ആ ട്രിഗർ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതാണ് ഭീഷണി. ഇപ്പൊ കൺട്രോൾ റൂമിലെ ആൾക്കാർ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ആ സ്റ്റോറുള്ള ഏരിയയിലെ ഗതാഗതം എല്ലാം മുടക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം കുടിയൊഴിപ്പിക്കാൻ തുടങ്ങും. എന്നിട്ട് ചുറ്റിലും പോലീസുകാർ വന്ന് തമ്പടിക്കും. മുഴുവൻ CCTVയുടെ കൺട്രോളും ഇപ്പൊ പോലീസിന്റെ കയ്യിലാണ്. അപ്പൊ ഇവിടെ കൊള്ളക്കാരനാണെങ്കിൽ ഹീറോയെ പിടിച്ച് ബന്ദിയാക്കി അവന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് എനിക്കൊരു നെഗോഷിയേറ്റർ വേണം, ഉടനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ബിൽഡിംഗ് മൊത്തം തകർക്കും എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞ് തോക്കിൽ 2 വെടിയും വെടിച്ചിട്ട് സ്റ്റോറിനകത്തേക്ക് വീണ്ടും കയറിപ്പോവും. അത് കഴിഞ്ഞിട്ട് ഇയാളെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയാണ്. ഞാനാണ് ആപ്പിൾ സ്റ്റോർ ഹൈജാക്ക് ചെയ്തത്, എനിക്കൊരു നെഗോഷിയേറ്റർ വേണം. ആ നെഗോഷിയേറ്റർ എന്നോട് ഈ ഫോണിലൂടെ സംസാരിക്കട്ടെ. എന്റെ നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്നാ കൊള്ളക്കാരൻ പറയും. ഉടനെ എമർജൻസിയിലെ ചേച്ചി, ഞാൻ അധികാരികൾക്ക് വിവരം അറിയിക്കാം, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട നെഗോഷിയേറ്ററെ അറേഞ്ച് ചെയ്യാന്ന് പറയും. ഈ സമയത്ത് സ്റ്റോർ റൂമിൽ പൂട്ടിക്കിടക്കുന്ന 2-3 ആൾക്കാരല്ലേ, അവരിൽ ഒരമ്മച്ചി ഇനിയും ഞങ്ങൾ ഇതിനകത്ത് കിടക്കില്ല, എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുക. എന്നാൽ ആപ്പിൾ സ്റ്റോറിലെ ജീവനക്കാരൻ പറയും, മാഡം ദയവേത് ഞാൻ പറയുന്നത് കേൾക്കൂ, ഇപ്പൊ ഡോർ തുറന്നാൽ നമ്മുടെ എല്ലാം ജീവനാപത്താ, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യൂന്ന് പറയും.
അത് കഴിഞ്ഞ അയാള് തന്റെ കയ്യിൽ ഫോണില്ലാത്തോണ്ട് ആ ചേച്ചിയുടെ മോളുടെ കയ്യിലെ ഫോൺ വാങ്ങിച്ചിട്ട് ഇയാൾ എമർജൻസിക്ക് വിളിച്ചിട്ട് പറയും, എന്റെ പേര് മിഗ്നസ് എന്നാണ്, ഞാൻ ആപ്പിൾ സ്റ്റോറിലെ ജീവനക്കാരനാണ്. ഞങ്ങളുടെ സ്റ്റോറിൽ ഒരു കൊള്ളക്കാരൻ കയറി കണ്ണോടുകൂടെ. ഞാനും 3 കസ്റ്റമേഴ്സും കൂടെ ഇപ്പൊ സ്റ്റോർ റൂമിലാ. ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. അപ്പൊ എമർജൻസിയിലെ പോലീസുകാർ ചോദിക്കും, നിങ്ങൾ അവിടെയുള്ള കാര്യം ആ കൊള്ളക്കാരനെ അറിയുമോ എന്ന്. അപ്പൊ ജീവനക്കാരൻ പറയും, ഇല്ല, അയാൾ അറിയാതെയാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയത്. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അയാളുടെ മുന്നിലേക്കാണ് ചെന്നപ്പെടുക. അവിടെ ബാക്കിയുണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ ജീവനക്കാരൻ മിഗ്നസ് പറയും, ഒരാൾ മാത്രം അയാളുടെ പിടിയിലായത് കണ്ടു. കുറെ പേര് ഓടിപ്പോയി, എന്നാൽ കുറച്ചു പേര് മുകളിലത്തെ കഫേയിലേക്കാണ് ഓടിയത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് വഴി അറിയില്ല. അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസുകാർ പറയും, ശരിയാണ്, ഞങ്ങൾ വാച്ച് ചെയ്തപ്പോ ഒരു 20ഓളം പേര് നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള നിലയിലാണുള്ളത്. എന്തായാലും പേടിക്കണ്ട, ചുറ്റും ഒരുപാട് പോലീസുകാർ നിരന്നു കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഫോൺ കട്ട് ചെയ്യണ്ട, ലോ ബാറ്ററി മോഡിൽ ഇട്ടുവെച്ചാൽ മതി. ഞങ്ങൾ ഉടനെ തന്നെ വഴി പറഞ്ഞു തരാം എന്ന് പോലീസുകാർ പറയും. ഈ സമയത്താണ് 2 പോലീസുകാര് ഈ കൊള്ളക്കാരന്റെ മുന്നിൽ പെട്ടിടക്കുന്നത് ബാക്കിയുള്ളവർ കാണും. അവർ ആ ബാരിയറിൽ നിന്ന് മാറി വന്നാൽ ഒരുപക്ഷെ ഈ കൊള്ളക്കാരൻ അവരെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് ആ പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഒരു കാറ് ഈ ആപ്പിൾ സ്റ്റോറിന്റെ മുന്നിലേക്ക് പോവാണ്. ആ പോലീസുകാർ ആപ്പിൾ സ്റ്റോറിന്റെ മുന്നിൽ വന്നതോടെ കൊള്ളക്കാരൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് തന്റെ കയ്യിലെ ബോംബ് ട്രിഗർ ഈ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ പോലീസുകാര്, ഇല്ല, ഞങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ആ പോലീസിനെ മാറ്റാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുന്ന 2 പോലീസുകാരെ അവിടുന്ന് രക്ഷപ്പെടുത്തി മാറ്റിക്കൊണ്ടുപോകുന്നു. ഈ സമയത്തും നമ്മുടെ ഹീറോ കൊള്ളക്കാരന്റെ പിടി തന്നെയാണ്. കൈ കെട്ടിവെച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് ഹീറോനെ. പോലീസുകാർക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അവരെ സ്നൈപ്പർ ടീമും സജീവമായി കഴിഞ്ഞു. പക്ഷെ പെട്ടെന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഹോസ്റ്റേജുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ അറ്റാക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നെ ഗവൺമെന്റ് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഈ സമയത്ത് കൺട്രോൾ റൂമിൽ ആ ബിൽഡിങ്ങിന്റെ ഫ്ലോർ പ്ലാൻ വേണമെന്ന് പറയും. എന്നാലേ ഇവർക്ക് റെസ്ക്യൂ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഫ്ലോർ പ്ലാൻ ആപ്പിൾ കമ്പനിയുടെ കയ്യിലാണ്. എത്രയും പെട്ടെന്ന് ആപ്പിൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആ ഫ്ലോർ പ്ലാൻ കൊണ്ടുവരാൻ പറയും വലിയ ഓഫീസർ. ഈ സമയത്ത് സ്നൈപ്പർമാര് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ കയറിയിട്ട് ടാർഗറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഷോപ്പിൽ കട്ടിയുള്ള ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് ഷൂട്ട് ചെയ്താലും ടാർഗറ്റ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മിസ്സായാൽ ചിലപ്പോൾ കൊള്ളക്കാരൻ ബോംബ് ട്രിഗർ ചെയ്താലോ. അതുകൊണ്ട് ഓർഡറിന് വേണ്ടി ഇവർ കാത്തിരിക്കുക. ഇപ്പൊ കൺട്രോൾ റൂമിൽ ഒരു നെഗോഷിയേറ്റർ വരുന്നുണ്ട്. അവർ ലേഡിയാണ്. ചീഫ് ഓഫീസർ പറയും, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഹോസ്റ്റേജസ് ആണ്. അവനോട് സംസാരിച്ച് കുറച്ച് സമയം നീട്ടിക്കൊണ്ടു പോകണം. അവന്റെ ആവശ്യങ്ങൾ ചോദിക്കുക. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കുക. അവനെ ദേഷ്യപ്പെടുത്തരുത്. അവന്റെ കയ്യിൽ എത്ര ബലമേറിയ എക്സ്പ്ലോസീവ്സ് ആണുള്ളതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ പറയും. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നെഗോഷിയേറ്റർ തയ്യാറാവുന്നു. അവരുടെ കൂടെ തന്നെ വേറെയും 2 പേരുണ്ട്. ഈ സമയത്ത് വാർത്തയിലെല്ലാം തന്നെ ആപ്പിൾ സ്റ്റോർ ഹൈജാക്ക് ചെയ്യപ്പെട്ടതിന്റെ വിവരങ്ങൾ വന്നു തുടങ്ങി. ഇവിടെ നെഗോഷിയേറ്റർമാര് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. അവർ കോൾ ചെയ്യാൻ തയ്യാറാവുന്ന സമയം ഇവിടെ ഷോപ്പിൽ ഹീറോ കൊള്ളക്കാരനോട്, എനിക്ക് ടാബ്ലറ്റ് കഴിക്കേണ്ട സമയമായി, ഞാൻ ഹൃദയരോഗിയാണ്, എന്റെ ബാഗിൽ ടാബ്ലറ്റ് ഉണ്ട്, ഒന്ന് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതേ സമയത്താണ് നമ്മുടെ ആൾക്കാർ കൊള്ളക്കാരനെ കോൾ ചെയ്യുന്നത്. അയാൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെഗോഷിയേറ്റർ ലേഡി, എന്റെ പേര് ലിൻ എന്നാണ്, നിങ്ങളൊരു നെഗോഷിയേറ്റർ ചോദിച്ചിരുന്നല്ലേ, ഞാനാണത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്നോട് പറഞ്ഞോളൂ എന്ന് പറയും. ഇത് കേട്ട ഉടനെ അയാൾ ശരിയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഇവർക്കൊന്നും മനസ്സിലാവില്ല അയാൾ എന്തിനാ കട്ട് ചെയ്തതെന്ന്. ആ നേരത്ത് കൊള്ളക്കാരൻ ഹീറോയ്ക്ക് വേണ്ട മരുന്ന് എടുത്തു കൊടുത്തിട്ട് അയാളുടെ കയ്യിലുള്ള കൂൾ ഡ്രിങ്ക്സും കുടിക്കാൻ കൊടുക്കുന്നു. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഹീറോ പറയും, എന്റെ കയ്യിലെ ടാഗ് ഒരുപാട് വേദനിക്കുന്നു, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി തരാമോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇയാളപ്പോൾ ഒന്നും മിണ്ടാതെ ആ ടാഗ് കട്ട് ചെയ്തിട്ട് മറ്റൊരു കയറെടുത്ത് ഹീറോയുടെ കൈ കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞിരുന്നോളാൻ പറയും. അപ്പോഴാണ് നമ്മുടെ നെഗോഷിയേറ്റർ വീണ്ടും വിളിക്കുന്നത്, എന്റെ പേര് ലിൻ എന്നാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ അധികാരികളെ അറിയിക്കും. അതുകൊണ്ട് എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയും. ഈ കോള് കേട്ടുകൊണ്ട് തന്നെ കൊള്ളക്കാരൻ ചുറ്റും നടന്ന് അവസാനം നമ്മുടെ സ്റ്റോർ റൂമിന്റെ ഫ്രണ്ടിലെത്തി. അയാൾ ഡോറ് വലിച്ചു നോക്കുന്നുണ്ട്. ഭാഗ്യത്തിന് നമ്മുടെ മിഗ്നസ് അകത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് അത് തുറക്കുന്നില്ല. അകത്ത് ആൾക്കാരുള്ള കാര്യം ഭാഗ്യത്തിന് ഇയാൾ അറിഞ്ഞില്ല. ഇപ്പൊ കൊള്ളക്കാരൻ അയാളുടെ ഡിമാൻഡ് മുൻവയ്ക്കാണ്. എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് 200 മില്യൺ ബിറ്റ്കോയിൻ ആയിട്ട് വേണം, അതിനോടൊപ്പം ഒരു ഫ്രീ പാസേജും വേണം, ഈ നാട്ടിൽ നിന്ന് എനിക്ക് കടന്നു പോകണം, ഇതാണ് എന്റെ ഡിമാൻഡ്. ഇതിലൊരു മാറ്റം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ ഈ ബിൽഡിംഗ് തകർത്തുകളെ. ഇത് കേട്ട നെഗോഷിയേറ്റർ പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിങ്ങൾ പറഞ്ഞെല്ലാം കേട്ടു, നിങ്ങൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ഒരുപാട് പണമാണ്, അത് ഗവൺമെന്റ് അംഗീകരിക്കുമോ എന്നറിയില്ല. അത് കേട്ട കൊള്ളക്കാരൻ പറയും, ഗവൺമെന്റിന് അംഗീകരിക്കാതെ വേറെ വഴിയില്ല, അവന്മാർക്ക് പാർക്കിങ്ങിൽ നിന്ന് പോലും ഇതിനേക്കാളും കൂടുതൽ പണം കിട്ടും. ഞാനൊരു ചെറിയ ടിപ്സേ ചോദിച്ചിട്ടുള്ളൂ,
ആപ്പിൾ കമ്പനിക്കാർക്ക് വേണമെങ്കിലും ഈ പണം തരാൻ പറ്റും. ആർക്കും സമ്മതമല്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിച്ചതിനെക്കാട്ടിലും എത്രയോ വില കൂടിയതാണ് ഈ ബിൽഡിംഗ്, ഞാനത് ഇല്ലാതാക്കിക്കോളാം. ഇതും പറഞ്ഞ് അയാൾ കോള് കട്ടി. ഈ കൊള്ളക്കാരൻ ആ ബിൽഡിംഗ് തന്നെ തകർത്ത് കളയെന്ന് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൽ ലോക്കായി കിടക്കുന്ന ഹോസ്റ്റേജുകൾ പേടിക്കും. അതിലെ ചെറുപ്പക്കാരൻ ആ സ്റ്റാഫിനെ ചീത്ത പറയാണ്, താൻ കാരണമാണ് ഞാൻ ഇതിനകത്ത് പെട്ടുപോയത്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേനെ. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ട്രാപ്പിനകത്ത് കുടുക്കി, എല്ലാത്തിനും കാരണം താനാ. അത് കേൾക്കുമ്പോൾ അമ്മച്ചി പറയും, അയാളൊരു പാവാണ്, നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഇത് അയാളുടെ തെറ്റല്ല, അനാവശ്യമായി താൻ അയാളെ കുറ്റപ്പെടുത്തരുത്. പാവ ജീവനക്കാരന് വിഷമാവുന്നു. ഈ സമയത്ത് ഹീറോ കൊള്ളക്കാരനോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഈ നാട്ടിൽ പുതിയതാ. അത് കേൾക്കുമ്പോൾ കൊള്ളക്കാരൻ പറയും, നീ വന്ന് പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാനുണ്ടാക്കിയ പ്ലാനിൽ നീ വന്ന് പെട്ടുവെന്നേ ഉള്ളൂ. എനിക്ക് നിന്നോട് എതിർപ്പില്ല, എനിക്ക് ഇവന്മാരോടാണ്, ഈ നാട്ടിലെ ഗവൺമെന്റിനോടാണ് എതിർപ്പ്. അവന്മാരാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. അന്തി ഉറങ്ങാൻ പോലും എനിക്കൊരു പാർപ്പിടമില്ല, ഉണ്ണാൻ ഭക്ഷണമില്ല, ചെയ്യാൻ ജോലിയില്ല. എൻ്റെ ജീവിതവുമാരില്ലാതാക്കി. അതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ വിടില്ല. ഇപ്പം നീ ഒന്ന് ചിരിച്ചേന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരൻ സെൽഫി എടുത്ത് ഈ പോലീസുകാർക്ക് തന്നെ അയക്കും. പോലീസുകാർ ആ സെൽഫി ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ ഈ കൊള്ളക്കാരൻ ധരിച്ചിരിക്കുന്ന ഒറിജിനൽ ബോംബാണോ ഏത് ടൈപ്പ് ഓഫ് ബോംബാണെന്ന് അനലൈസ് ചെയ്യാൻ പറയും. അപ്പം ആ ചിത്രം കണ്ട ബോംബ് സ്ക്വാഡ് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് കാണാൻ ഒറിജിനൽ ബോംബിനെ പോലെ ഇല്ല, ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഒറിജിനൽ ആണോന്ന് നമുക്കറിയില്ലല്ലോ. മാത്രമല്ല അയാളുടെ കയ്യിൽ മറ്റൊരു ബാഗ് കൂടെ ഉണ്ട്, അതിനകത്ത് വേറെ ബോംബുണ്ടെങ്കിലോ? അതുകൊണ്ട് തീരുമാനങ്ങൾ നേരത്തെ എടുക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ കാത്തിരിക്കണം എന്ന് പറയും. പോലീസുകാരെല്ലാം കുറച്ച് മീറ്റർ അകലെ തന്നെ കാത്തിരിക്കുകയാണ് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. ഈ നേരത്ത് നമ്മുടെ ആപ്പിൾ പണിക്കാരൻ മിഗ്നസ് ആ ചെറുക്കനോട് സോറി പറയും. അപ്പോൾ ആ പയ്യൻ, നിങ്ങൾ സോറി പറയേണ്ട ആവശ്യമില്ല, സംഭവിച്ചൊന്നും നിങ്ങളുടെ തെറ്റല്ലല്ലോ, ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ക്ഷമ ചോദിക്കും. അത് കഴിയുമ്പോൾ മറ്റൊരു ഓഫീസർ ഈ ആപ്പിൾ സ്റ്റാഫിനെ വിളിക്കുന്നു, നിങ്ങൾ ആരും പേടിക്കണ്ട, ആ കൊള്ളക്കാരനുമായിട്ട് ഞങ്ങൾ നെഗോഷിയേഷൻസ് നടത്തുന്നുണ്ട്, അതിനൊരു തീരുമാനം ആകുന്നത് വരെ നിങ്ങൾ അകത്തുള്ള കാര്യം അവൻ അറിയരുത്, അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതിരിക്കണം. എന്തായാലും ചെറിയ ശബ്ദങ്ങൾ അവൻ അറിയാൻ പോകുന്നില്ല, കാരണം ഷോറൂമിൽ ലൈറ്റും മ്യൂസിക്കും ഉണ്ടല്ലോ, അതിന്റെ ശബ്ദമുള്ളതുകൊണ്ട് അവൻ നിങ്ങളുടെ അനക്കം മനസ്സിലാക്കില്ല. ഇത് കേൾക്കുമ്പോൾ മാഗ്നസ് ആ സ്റ്റാഫ് പറയും, ഇല്ല സാർ, 9 മണി ആകാൻ പോകുന്നു, 9 മണി ആയിക്കഴിഞ്ഞാൽ ഷോറൂമിലെ ലൈറ്റും മ്യൂസിക്കും തനി ഓഫാവും, അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുക, അതിന്റെ കൺട്രോൾ US-ലാണുള്ളതെന്ന് പറയും. അത് മാത്രമല്ല 9 മണി കഴിഞ്ഞിട്ടും ഷോറൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അലാറം അടിക്കാൻ തുടങ്ങും, അതൊരു അപായ സൂചകമാണെന്ന് പറയും. ഇത് കേട്ട ഉടനെ ആ ഓഫീസർ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് 9 മണിയാവുമ്പോൾ ലൈറ്റും മ്യൂസിക്കും ഓഫാവും, എത്രയും പെട്ടെന്ന് ആപ്പിളിനെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് ആ ലൈറ്റും മ്യൂസിക്കും ഫുൾ ടൈം ഓൺ ആക്കിയിടാൻ പറയും. ഇവരുടനെ ആപ്പിളിനെ കോൺടാക്ട് ചെയ്യാണ്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ നെഗോഷിയേറ്റർ ഈ കൊള്ളക്കാരനെ വിളിച്ചിട്ട് പറയും, സഹോദര, 9 മണിയാകുമ്പോൾ ലൈറ്റും മ്യൂസിക്കും ഓഫാവും, അത് ഞങ്ങളല്ല ചെയ്യുന്നത്, US-കാരാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, അത് ഓണാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലൈറ്റ് പോയ ഉടനെ അലാം അടിക്കാൻ തുടങ്ങും. അത് കേട്ടിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാണെന്ന് കരുതി താൻ അപകടമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയും. ഇത് കേട്ട ഉടനെ കൊള്ളക്കാരൻ ദേഷ്യപ്പെട്ട്, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കാണോ, എൻ്റെ അടുത്ത് ഡ്രാമ കളിക്കണ്ട, ഇവനെ ഞാൻ ഇപ്പം തന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹീറോയുടെ തലയ്ക്ക് ഗണ്ണ് വെക്കുകയാണ്. പോലീസുകാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ബിൽഡിങ്ങിലെ കറണ്ടെല്ലാം ഓഫാവും. ഒരു സെക്കൻഡ് എല്ലാവരും സ്തംഭിച്ച് പോവുക, അയാളെങ്ങാനും ഷൂട്ട് ചെയ്താൽ തീർന്നു. ഭാഗ്യത്തിന് അടുത്ത സെക്കൻഡ് തന്നെ ലൈറ്റ് വന്നു. ഇപ്പോൾ കൊള്ളക്കാരൻ ലൈറ്റ് പോയ ഉടനെ അലാറാം അടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് അടിച്ചില്ലല്ലോ. നീ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നോടി, ഇനി നീയുമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, എനിക്കൊരു മെയിൽ നെഗോഷിയേറ്റർ വേണം, ഒരാണിനെ വേണമെന്ന് ഈ കൊള്ളക്കാരൻ പറയും. അപ്പോൾ ഈ ലേഡി നെഗോഷിയേറ്റർ കൊള്ളക്കാരനോട് ക്ഷമ ചോദിച്ചിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാ, അവർ അലാം അടിക്കുമെന്ന് പറഞ്ഞിരുന്നു, അവര് പറയുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ തനിക്ക് ഇൻഫോം ചെയ്തത്, ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ കൊള്ളക്കാരൻ, നീ ഇപ്പം എൻ്റെ അടുത്ത് ന്യായീകരിക്കാൻ വരണ്ട, ആദ്യം ഞാൻ പറഞ്ഞ പണം റെഡിയാക്കാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. അപ്പോൾ ഈ നെഗോഷിയേറ്റർ പറയും, പണം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അതുവരെ നമുക്ക് സംസാരിക്കാം, ഞാൻ ലൈനിൽ തന്നെയുണ്ട്, എൻ്റെ പേര് ലിൻ എന്നാണ്, നിങ്ങളെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ കൊള്ളക്കാരൻ പറയും, എൻ്റെ പേര് ഡബിളെ എന്ന് വിളിച്ചോ, ഞാൻ കേട്ടോളാന്ന് പറയും. അത് നന്നായിട്ടുണ്ട്. ഇപ്പം എനിക്ക് പണം റെഡിയാക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാറും ആരും ശല്യം ചെയ്യാത്ത ഒരു ഫ്രീ വേയും വേണം. എൻ്റെ പുറകെ ആരും ഫോളോ ചെയ്ത് വരരുത്, കാരണം നിങ്ങൾ സംരക്ഷിക്കാൻ നോക്കുന്ന ഈ സഹോദരനും, അതായത് ഹീറോയും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ രക്ഷപ്പെട്ടു എന്നെനിക്ക് തോന്നുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഈ സഹോദരനെ ഞാൻ വിടുവിക്കുകയുള്ളൂ. അതുവരെ ഞാൻ നോക്കിക്കോളാം, അവന് വേണ്ട മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവനെ ഹെൽത്തി ആയിട്ട് ഞാൻ നോക്കിക്കോളാം. അല്ലാതെ എന്നെ പറ്റിച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ ആ സെക്കൻഡ് ഞാൻ പൊട്ടിത്തെറിക്കും, എൻ്റെ കൂടെയുള്ള നിങ്ങളുടെ ഈ കൂട്ടുകാരന്. ഇതും പറഞ്ഞ കൊള്ളക്കാരൻ കോള് കട്ട് ചെയ്യാണ്. ഈ സമയത്ത് ആ നാട്ടിലുള്ള ഏതോ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ലേഡി കാഫ്റ്റീരിയയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹോസ്റ്റേജുകളുടെ വിവരം അറിഞ്ഞിട്ട് അത് അവളുടെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇത് നാട്ടിലുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ ഈ വിവരം അറിഞ്ഞിട്ട് ഉടനെ തന്നെ
തന്നെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ആപ്പിൾ സ്റ്റാഫ് ആ മാഗ്നസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഓഫീസറിലെ ആ ഔട്ട്ഡോർ യൂണിറ്റിലെ ഓഫീസർ അയാൾ മാഗ്നസിനെ വിളിച്ചിട്ട് കാഫ്റ്റീരിയയിലെ ഹോസ്റ്റേജുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബിൽഡിങ്ങിലേക്ക് കയറാൻ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ മാഗ്നസിന് മറ്റൊരു വഴി അറിയാം. പുറകിലെ വേറൊരു കെട്ടിടത്തിൽ നിന്ന് ഈ കെട്ടിടത്തിലേക്ക് കയറാൻ പറ്റും. അത് അധികം ആർക്കും അറിയില്ല. ഇയാൾ കുറെ കാലമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ വഴി അറിയാം. ആ വഴി പുള്ളിക്കാരൻ മാപ്പിൽ ഡ്രോ ചെയ്ത് പോലീസുകാർക്ക് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ഇവിടെ ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത ലേഡിയുടെ ഫോൺ നമ്പർ നമ്മുടെ ചീഫ് ഓഫീസർക്ക് കിട്ടുക. ചീഫ് ഓഫീസർ ഉടനെ ആ പെണ്ണിനെ വിളിച്ചിട്ട് അവൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് റിമൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ആ പെണ്ണ് സൗകര്യമില്ല, എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഉടനെ ചീഫ് ദേഷ്യപ്പെട്ട് നീ കാരണം എത്ര പേരുടെ ജീവനെന്നറിയ ആപത്തിലാവുന്ന, അടുത്ത 5 സെക്കൻഡിനുള്ളിൽ നീ ആ പോസ്റ്റ് റിമൂവ് ചെയ്തില്ലെങ്കിൽ 20 പോലീസുകാരുമായിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് സെല്ലിയിട്ട് പൂട്ടും. രാജ്യദ്രോഹ കുറ്റത്തിന് 20 വർഷമെങ്കിലും അകത്ത് കടത്തും. പറഞ്ഞു മനസ്സിലായോ? ഉടനെ റിമൂവ് ചെയ്തോണെന്ന് പറഞ്ഞ് മിരട്ടി ആ പെണ്ണിനെ കൊണ്ടത് റിമൂവ് ചെയ്യിക്കും. ഈ സമയത്ത് നമ്മുടെ നെഗോഷിയേറ്റർ വീണ്ടും കൊള്ളക്കാരനെ വിളിച്ചിട്ട് നിങ്ങളുടെ പണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനു മുന്നൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ക്രൈമിന് നിങ്ങൾ മുതിർന്നത്, അത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആ കൊള്ളക്കാരൻ പറയും, ഈ രാജ്യം എനിക്ക് ചെയ്ത അനീതിക്കെതിരെ എന്റെ പ്രതികാരമാണിത്. ഞാൻ എത്രയോ പോരാടി, പക്ഷെ നിങ്ങൾ എന്നെ ഗവനിച്ചില്ല. ഇപ്പോഴോ നാട്ടിലെ എല്ലാ പോലീസുകാരും പത്രക്കാരും രാഷ്ട്രീയക്കാരും എന്നെ ഗവനിക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കൂ. അതിനു വേണ്ടിയിട്ടാണിത്. ഇനി ഈ നാട് നന്നായാലും നശിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വേണ്ട പണം എന്നെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എന്നോടൊപ്പം ഈ ബിൽഡിങ്ങും അതിന് ചുറ്റുമുള്ള ആൾക്കാരും എല്ലാവരും തീരും. ഈ നെഗോഷിയേറ്റർ ആ കൊള്ളക്കാരനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാർ അവർക്ക് കിട്ടിയ മാപ്പ് അനുസരിച്ച് ഈ ആപ്പിൾ സ്റ്റോറിലേക്ക് പിറകുവശത്തൂടെ കയറി വരികയാണ്. നമ്മുടെ നെഗോഷിയേറ്റർ ആണെങ്കിൽ സംസാരിച്ച് കൊള്ളക്കാരന്റെ ശരിക്കുള്ള പേര് മനസ്സിലാക്കി. അമർ എന്നാണ് അയാളുടെ പേര്. നെഗോഷിയേറ്റർ അയാളെ മനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കൂടെയുള്ള ആളൊരു പാവാണ്, നാട് വിട്ട് നാട് ജീവിക്കാൻ വന്ന ആളാണ്, മറ്റൊരു രാജ്യത്തിന്റെ പൗരനാ, അയാളെ ഇങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, വെറുതെ വിട്ടൂടെ എന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാർ അമർന്നുള്ള പേര് വെച്ചിട്ട് സെർച്ച് ചെയ്ത് ഈ കൊള്ളക്കാരന്റെ ഒറിജിനൽ ഐഡന്റിറ്റി മനസ്സിലാക്കി. അയാൾ ഇതേ നാട്ടുകാരനാ, ചെറുപ്പത്തിൽ ഈ നാട്ടിലേക്ക് വന്നതാണ്. ഇയാൾക്ക് സൈക്യാട്രിക് പ്രോബ്ലംസ് ഉണ്ട്, അതിന് ചികിത്സ നേടിയിട്ടുണ്ട്. ഈ നേരം നുഴഞ്ഞു കയറിയ നമ്മുടെ പോലീസുകാര് കാഫ്റ്റീരിയ കുടുങ്ങിക്കിടക്കുന്ന ഹോസ്റ്റേജുകളെല്ലാം രക്ഷപ്പെടുത്തും. ഈ കൊള്ളക്കാരൻ അറിയാതെ അവര് വന്ന വഴി കൂടെ തന്നെ ഹോസ്റ്റേജുകളെ തിരിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്താണ്. ആ സമയത്തെല്ലാം കൊള്ളക്കാരന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നെഗോഷിയേറ്റർ പല കാര്യങ്ങളും സംസാരിച്ച് അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അവസാനം അവളുടെ സംസാരം ഇഷ്ടപ്പെടാതെ കൊള്ളക്കാരൻ തന്നെ കോൾ കട്ട് ചെയ്യും. നമ്മുടെ ഔട്ട്ഡോർ പോലീസുകാരനാണെങ്കിൽ മാഗ്നസിനെ വിളിച്ച് കാഫ്റ്റീരിയയിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി, അതിന് കാരണം നീയാണ്, നിന്നോട് ഒരുപാട് നന്ദി പറയാനുണ്ട്, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ നിങ്ങളെയും രക്ഷപ്പെടുത്താം, അതുവരെ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. പോലീസുകാർ അകത്ത് വന്ന് ഐ ഹോസ്റ്റേജ് എന്ന കോഡ് വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഡോർ തുറന്നാൽ മതി എന്ന് പറയും. മാഗ്നസ് ശരിയെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മച്ചിക്ക്, അവന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചിക്ക് നെഞ്ചുവേദന വരുന്നു. അറ്റാക്ക് ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവർ പേടിക്കും. ഉടനെ അയാൾ ആ കാര്യം പോലീസിനെ അറിയിക്കുന്നുണ്ട്. കൂടുള്ള മേഡത്തിന് നെഞ്ചുവേദന വന്നിരിക്കുന്നു. പോലീസുകാർ ഒരു ഡോക്ടറെ ഒപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആ ഡോക്ടർ ഫോണിലൂടെ നമ്മുടെ മാഗ്നസിനോട് സംസാരിക്കും. പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. വേദനിച്ച് പാതി മയങ്ങിയ അവസ്ഥയിലാണ് അവർ കിടക്കുന്നത്. വേദന ശരീരം മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കും. ഇല്ല എന്നാണ് ആ ലേഡി പറയുക. പിന്നെ അടയാളങ്ങൾ ഓരോന്നായിട്ട് അവർ ചോദിക്കുകയാണ്. സ്വെറ്റിയാണോ, ചുണ്ട് ബ്ലൂ ആവുന്നുണ്ടോ? മാഗ്നസ് നോക്കുമ്പോൾ സ്വെറ്റിയാണ്, പക്ഷെ ചുണ്ട് ബ്ലൂ ആയിട്ടില്ല. അപ്പൊ ഡോക്ടർ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, അവരുടെ ഹാർട്ട് റേറ്റ് എന്താണെന്ന് മോണിറ്റർ ചെയ്യണം, അതിന് വല്ല വഴിയുണ്ടോ? മാഗ്നസ് പറയും, എൻ്റെ കയ്യിലെ വാച്ച് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്, ഞാൻ അത് ഉപയോഗിച്ച് നോക്കട്ടെ. അങ്ങനെ അവിടെ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇവിടെ നെഗോഷിയേറ്റർ കൊള്ളക്കാരനോട്, നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് തകർച്ചയുണ്ട്, സങ്കടങ്ങളുണ്ട്, അതിനെല്ലാം വേണ്ടിയിട്ട് നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ പോരെ, അവരോട് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കും. കൊള്ളക്കാരൻ പറയും, ഞാൻ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സുമായിട്ട് സംസാരിച്ചതാ, എന്നിട്ട് അവസാനമാണ് ഈ തീരുമാനം എടുത്തത്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ശരിയായ മാർഗം, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വല്ല കൗൺസിലർമാരെ കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട, എനിക്ക് അത്ര പ്രാന്തൊന്നുമില്ല എന്ന് പറയുകയാണ്. ഈ നേരത്ത് മാഗ്നസ് ആ അമ്മച്ചിയുടെ പൾസ് ചെക്ക് ചെയ്തിട്ട് 117 ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ പറയും, പേടിക്കണ്ട, ഇതൊരു പാനിക് അറ്റാക്കാ, ഹാർട്ട് അറ്റാക്ക് അല്ല, അവരെ ഒന്ന് കൂളാക്കിയിട്ട് ഇരുത്തിയാൽ മതി, ജീവന് പേടിയൊന്നുമില്ല, സഹായമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാം, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അവർ വെയിറ്റ് ചെയ്യാണ്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഈ കൊള്ളക്കാരനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കായിരുന്നു പോലീസ്. പോലീസിന് ഇപ്പോൾ ഷൂട്ട് ചെയ്യണ്ടെന്നുള്ള ഓർഡർ ഇവർ കൊടുക്കും. അങ്ങനെ ഇവർ സ്നൈപ്പർ മാറ്റി വെക്കാൻ നേരം അറിയാതെ ഒരാളുടെ കയ്യിൽ നിന്ന് ലൈറ്റ് ഓണായി കൊള്ളക്കാരന്റെ മേത്ത്
ഈ ബ്ലൂ ലൈറ്റ് തട്ടിക്കാണുന്നുണ്ട്. ആ ലൈറ്റ് കണ്ടുടനെ കൊള്ളക്കാരൻ ദേഷ്യപ്പെട്ട്, നീ വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കുന്നോടി, ലൈറ്റ് ഞാൻ കണ്ടു, എന്നെ ആരോ കൊല്ലാൻ നോക്കിയതാണ്, എന്നെ പറ്റിക്കാൻ നോക്കിയ ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഉടനെ ചാടി വന്ന് ഹീറോയുടെ തലയ്ക്ക് തോക്ക് വെച്ചിട്ട് ഇനി ആർക്കാണ് എന്നെ കൊല്ലേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നെഗോഷിയേറ്റർ ലേഡി പറയും, നീ തെറ്റിദ്ധരിച്ചതാ, നിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. നീ ഒരു ഹോസ്റ്റേജിനെ പിടിച്ചു വെച്ചിരുന്നാൽ പോലീസുകാർ വെറുതെ ഇരിക്കില്ല, അവർ ചുറ്റും കൂടിയിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ അവരാരും നിന്നെ അറ്റാക്ക് ചെയ്യില്ല. ഞാൻ നിന്നോട് എത്ര നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നോ അത്രയും നേരം ആരും നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണത്, മനസ്സിലാക്ക്. അത് കേട്ട് കൊള്ളക്കാരൻ പറയും, എനിക്കിനി നിന്നോട് സംസാരിക്കേണ്ട, മെയിൽ നെഗോഷിയേറ്റർ വിളിക്ക്, അയാളോട് സംസാരിച്ചാൽ മതി. ഇതും പറഞ്ഞ് പുള്ളിക്കാരൻ കോൾ കട്ടി. സോ ലേഡി നെഗോഷിയേറ്റർക്ക് വേറെ വഴിയില്ല, ഇനി കൂടെയുള്ള മെയിൽ നെഗോഷിയേറ്ററെ കൊണ്ട് സംസാരിപ്പിക്കണം. അയാൾ കോള് മാറ്റി വാങ്ങിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഹലോ അമർ, എന്റെ പേര് വീക്കോ എന്നാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന പുതിയ നെഗോഷിയേറ്ററാണ്, എന്നോട് പറഞ്ഞോളൂ. കൊള്ളക്കാരൻ പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എനിക്ക് വേണ്ട പണം അതെവിടെ? ഇനിയും എന്നെ കളിപ്പിച്ച് സംസാരിച്ച് മയപ്പെടുത്തി പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കതിനുള്ള സമയമില്ല. നെഗോഷിയേറ്റർ പറയും, അത്രയും പണം ഒരുക്കാൻ കുറച്ചുകൂടെ സമയം വേണം, നിങ്ങൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്ന വലിയ തുകയാണ്. അപ്പൊ കൊള്ളക്കാരൻ, എന്റെ കയ്യിൽ അത്രയും സമയം ഇല്ലെങ്കിലോ, ഇനി 10 സെക്കൻഡേ എനിക്ക് ബാക്കിയുള്ളൂ. നിങ്ങളോട് കളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇതിനകത്ത് വന്നത്, അത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 10 വരെ എണ്ണാം, അതിനുള്ളിൽ ഒരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ ഈ ബിൽഡിങ്ങോട് കൂടെ ഞങ്ങൾ തീരും. ഞാൻ ട്രിഗർ അമർത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇയാൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. 10, 9, 8. ഉടനെ നമ്മുടെ ലേഡി നെഗോഷിയേറ്റർ വീക്കോയുടെ അടുത്ത് പറയാണ്, കാറിനെ പറ്റി ചോദിക്കുക. അയാളുടെ ശ്രദ്ധ തിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ വീക്കോ കൊള്ളക്കാരനോട്, നിങ്ങൾക്ക് ഏത് തരം കാറാണ് വേണ്ടതെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ കൊള്ളക്കാരൻ കൗണ്ടിങ് നിർത്തിയിട്ട്, എനിക്കൊരു ലിമോസിനാണ് വേണ്ടതെന്ന് പറയും. സംഭവം വർക്കൗട്ട് ആവുണ്ടെന്ന് മനസ്സിലാക്കിയ നെഗോഷിയേറ്റർ, നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിക്കും. കറുത്ത കളറാന്ന് പറയും കൊള്ളക്കാരൻ. ഉടനെ തന്നെ കാറും പണവും റെഡിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കാം. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കൊള്ളക്കാരൻ ഹീറോയുടെ അടുത്ത് പറയാണ്, നമ്മൾ കൊള്ളയടിച്ചിട്ടാണ് പോണെങ്കിലും സ്റ്റൈലായിട്ട് പോകണം, അതിനാണ് ബ്ലാക്ക് ലിമോസിൻ. ഇതെല്ലാം കണ്ട് പേടിച്ച ഹീറോ, എനിക്ക് കുറച്ച് വെള്ളം വേണം, തന്റെ കൂൾ ഡ്രിങ്ക്സ് അല്ല വേണ്ടത്, അതെന്റെ ഹെൽത്തിന് നല്ലതല്ല, എനിക്ക് വെള്ളം വേണം, ഞാൻ ഹൃദ്രോഗിയാ, എങ്ങനെയെങ്കിലും വെള്ളം കൊണ്ടുപോവാ. ആ പോലീസുകാരോടെന്നെ ചോദിക്കുക, അവര് കൊണ്ടുതരും. താനല്ലേ ഇപ്പൊ ബോസ്, താൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. ഇത് കേൾക്കുമ്പോൾ കൊള്ളക്കാരൻ, എന്റെ കൂട്ടുകാരന് കുറച്ച് വെള്ളം വേണം, നിങ്ങളൊരു 4-5 ബോട്ടിൽ വെള്ളം കൊണ്ടെത്തിക്ക് എന്ന് പറയും. പോലീസുകാരോടനെ ഒരു ചെറിയ റോബോട്ടിക് മെഷീൻ കൊണ്ട് ഇവർക്ക് വേണ്ട വെള്ളം എത്തിക്കുന്നുണ്ട്. ഡോറിന് മുന്നിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വെള്ളം എത്തിച്ചിട്ടുണ്ട്, പോയി എടുത്തോളൂ എന്നീ പോലീസുകാർ പറയാണ്. കൊള്ളക്കാരൻ, വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനെങ്കിലും ശ്രമിച്ചാൽ ഞാൻ പൊട്ടിച്ചു കളയും, അതുകൊണ്ട് അതിക്രമം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയെ മുന്നേ വിട്ട് ഇയാൾ പുറകെ നടന്ന് ആ വെള്ളം എടുക്കാൻ പോകും. പോലീസുകാർ പറയും, പേടിക്കണ്ട, 10 മീറ്റർക്ക് അകലെയാണ് ഞങ്ങളുടെ പോലീസുകാരെല്ലാം ഉള്ളത്, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോയി എടുത്തോന്ന് പറയാണ്. അങ്ങനെ കൊള്ളക്കാരൻ ഹീറോയുമായിട്ട് വന്ന് ഡോറ് തുറന്നിട്ട് ഹീറോയോട് ആ വെള്ളം എടുക്കാൻ പറയും. കൈകൾ പിന്നെ കെട്ടിവെച്ചതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ബോട്ടിൽസ് എടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അങ്ങേര് കടന്ന് തപ്പുന്ന കാണുമ്പോൾ ഈ കൊള്ളക്കാരൻ തോക്ക് താഴെ വെച്ചിട്ട് തുറന്ന ഡോറിൽ നിന്ന് ഇയാള് തന്നെ വെള്ളം എടുത്ത് അകത്തേക്ക് വെക്കുകയാണ്. കൊള്ളക്കാരൻ തന്നെ. ഹീറോ ആണെങ്കിൽ ആ തക്കത്തിന്, ഇയാള് തോക്ക് താഴെ വെച്ച തക്കത്തിന് തുറന്നിരിക്കുന്ന ഡോറ് വഴി എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ആ പ്രകടനം ആരും പ്രതീക്ഷിച്ചല്ല, പോലീസുകാർ പോലും പ്രതീക്ഷിച്ചല്ല. ഇങ്ങേരെ ഇറങ്ങി വേഗത്തിൽ ഓടുക, ഓടി റോഡിലേക്ക് എത്തി. കൊള്ളക്കാരനാണെങ്കിൽ ആകെ പിടിയുള്ളത് ഹീറോ മാത്രമല്ലേ, ഹീറോയും പോയി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടുപോയി. അതുകൊണ്ട് കൊള്ളക്കാരനും ഹീറോയുടെ പുറകെ ഓടും അങ്ങേരെ പിടിക്കാൻ വേണ്ടി. ഈ സീൻ കണ്ട അവിടെ കാത്തിരുന്ന 2 പോലീസുകാർ അവരവരുടെ കാർ വേഗത്തിൽ ഓടിച്ചിട്ട് വന്ന് ഈ കൊള്ളക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുക. ഒരൊറ്റ ഇടി, അയാൾ തെറിച്ചടിച്ചു വീണു. പിന്നെ അനക്കമില്ല. ചുറ്റുമുള്ള എല്ലാ പോലീസുകാരും പോയിന്റ് മാർക്ക് ചെയ്ത് വെടിവെക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. അയാൾ അനങ്ങിയ ഷൂട്ട് ചെയ്യും. അയാൾ ആ ബോംബിന്റെ ട്രിഗർ അമർത്താൻ ശ്രമിച്ചാലും ഇവർ ഷൂട്ട് ചെയ്യും. എല്ലാ പോലീസും പേടിച്ച് അടുത്തെന്താ സംഭവിക്കാൻ പോണെന്നറിയാതെ ഇങ്ങനെ വിറച്ച് നിൽക്കുക. ഇയാളുടെ കൈ ചെറുതായിട്ട് പൊങ്ങുന്നുണ്ട്, പക്ഷെ മുഴുവനായിട്ടും പൊക്കി എന്തെങ്കിലും ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല പുള്ളിക്ക്. ഇടികൊണ്ട് അവശനായി ബോധം കെട്ടുപോയി. ഇപ്പൊ പോലീസുകാർ ആദ്യം ആ റോബോട്ടിനെ വിട്ട് പരിശോധിക്കും, ആൾക്കനക്കില്ല. അത് കഴിഞ്ഞ് ബോംബ് സ്ക്വാഡ് ചെന്ന് ബോംബൊക്കെ കണ്ടുപിടിച്ച് അഴിച്ചു മാറ്റി അയാളെ പിടിച്ചോണ്ട് പോവാ. ഇപ്പൊ അകത്ത് കിടക്കുന്ന ആ 4 ഹോസ്റ്റേജുകൾ നമ്മുടെ മാഗ്നസിന്റെ കൂടെ സ്റ്റോർ റൂമിൽ കിടക്കുന്ന ഹോസ്റ്റേജുകൾ. പോലീസുകാർ അങ്ങോട്ട് ചെന്ന് സ്റ്റോർ റൂം ഡോർ ഇടിച്ച് വിളിച്ചിട്ട് ഐ ഹോസ്റ്റേജ് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ തടവിലുണ്ടായിരുന്ന ആർക്കും തന്നെ ഒരു പോറലും ഏൽക്കാതെ പോലീസുകാരെല്ലാവരെയും രക്ഷപ്പെടുത്തി. നമ്മുടെ ചീഫ് നെഗോഷിയേറ്റർക്ക് നന്ദി പറയും. നീ കാരണമാണ് ഇത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇനി ചെന്ന് റെസ്റ്റ് ചെയ്തോ. നമ്മുടെ ഹീറോയും സമാധാനത്തോടെ രക്ഷപ്പെട്ട് മുറിയിലേക്ക് ചെന്നിട്ട് ഭാര്യയെ വിളിച്ച് കരയുക. 1 സെക്കൻഡിൽ ഞാൻ ചത്തുപോയടേ എന്ന് പറഞ്ഞ്. അങ്ങനെ അന്നേ ദിവസം ആ സിറ്റി ഭയന്ന് വിറച്ചതിന് ഒരു അവസാനം ഉണ്ടായി. ബന്ദികൾക്കൊന്നും ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ ആ കൊള്ളക്കാരൻ പിറ്റേ ദിവസം മരണപ്പെടുകയാണ് ചെയ്തത്. പോലീസുകാർക്ക് ആ സമയത്ത് ഇയാളെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്നുള്ളത് കേസിൽ തെളിയും ചെയ്തു. അതുകൊണ്ട് പോലീസിനെതിരെയും കേസില്ല. ഈ കൊള്ളക്കാരൻ മരിച്ചതുകൊണ്ട് തന്നെ അയാളുടെ ശരിക്കുള്ള മോട്ടീവ് എന്താണെന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല.
അങ്ങനെ അവിടെ വെച്ച് ഐ ഹോസ്റ്റേജ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? മൂക്കടപ്പോടുകൂടെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലുട്ടുമാസ്.